അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഹർഫു ജർ ലീ എടുക്കാം. ഹർഫു ജർ ലീ. ഈ ഹർഫു ജർ ലീ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹർഫു ജർ ലീനെ ലാമാക്കും, ഉച്ചാരണം എളുപ്പമാക്കാൻ ലാ എന്നാക്കും. അപ്പോൾ ലഹു, ലഹുമ, ലഹും, ലഹ, ലഹുമ, ലഹുന്ന. ഈ ലാമൊക്കെ ഹർഫു ജർ ലീ ആണ് കേട്ടോ. ഹർഫു ജർ ലീ ഉച്ചാരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ലാമാക്കിയത് ദമീർ മുത്തസിൽ ചേർക്കുമ്പം. അപ്പോൾ ലഖ, ലഖുമ, ലഖും, ലഖി, ലഖുമ, ലഖുന്ന, ലീ, ലന. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഉണ്ട് എന്നുള്ള അർത്ഥമാണ് ലാമിന് വരാം. ഉണ്ട്. ഓക്കെ, ഉണ്ട്. ലാമിന് അങ്ങനെ ഒരു അർത്ഥമാണ് വരാം. ഉണ്ട്. അപ്പോൾ ലഹു അവനുണ്ട്, ലഹുമ അവർ രണ്ടു പേർക്കുണ്ട്, ലഹും അവർ കുറേ പേർക്കുണ്ട്, ലഹ അവൾക്കുണ്ട്, ലഹുമ അവർ രണ്ടു പേർക്കുണ്ട് സ്ത്രീ, ലഹുന്ന അവർ കുറേ പേർക്കുണ്ട്, ലക നിനക്കുണ്ട്, ലഖുമ നിങ്ങൾ രണ്ടു പേർക്കുണ്ട്, ഇതിലെ പുരുഷനാണ്, ലഖും നിങ്ങൾ കുറേ പേർക്കുണ്ട്, ലക്കി സ്ത്രീയാവും നീ ഒരു സ്ത്രീക്കുണ്ട്, ലഖുമ ലഖുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾക്കുണ്ട്, ലീ എനിക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയാൻ, ലന ഞങ്ങൾക്കുണ്ട്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഉച്ചാരണത്തിനാണ് ഹർഫു ജർ ലീനെ ലാ ആക്കിയത്. ഹർഫു ജറിന് ശേഷം ലമീർ മുത്തസില ഇസ്മായ ലമീർ മുത്തസിൽ വന്ന് അത് ഇസ്മു മജ്റൂറാണ്. ഇവിടെ മജ്റൂറിൻ്റെ അടയാളമൊന്നും മിക്കവാറും കാണൂല. ഇനി കണ്ടാൽ തന്നെ ഇതെല്ലാം മബിനിയാണ്. ഓക്കെ, മബിനിയാണ്. അപ്പോൾ മജ്റൂറിൻ്റെ അടയാളം കാണൂല, എഴുതൂല. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ലഹു, ലഹുമ, ലഹും, ലഹ, ലഹുമ, ലഹുന്ന, ലക, ലഖുമ, ലഖും, ലഖി, ലഖുമ, ലഖുന്ന, ലീ, ലന. അപ്പോൾ ഇന്ന് പഠിച്ച ഈ ഹർഫ് ജറുകളൊക്കെ ദമീർ മുത്തസിനോട് ചേരുന്നത് ആവർത്തിച്ച് മനപ്പാടാക്കുക, പ്രാക്ടീസ് ചെയ്യുക, അർത്ഥം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും.